ഞാനാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത്. മസാല കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇവിടെ റെഡി ആട്ടോ. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ഇതാ അടുപ്പത്ത് ജസ്റ്റ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് തോല് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മതിയില്ലേ? തോല് പെട്ടെന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചിട്ടുണ്ട്. എല്ലാം ആശാന്റെ നേതൃത്വത്തിൽ. ആശാന്റെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടി, അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, ഇടക്കും തിളക്കും മാത്രം. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കുന്ന ബാക്കി വീഡിയോ കാണാം എല്ലാവരും. വെയിറ്റ് ആൻഡ് സീ. ബാ. അങ്ങനെ ചെറുതാക്കി അതിട്ടാൽ അത് ചതയ്ക്കാനല്ല. തക്കാളി അതിനകത്തിട്ട് കല്ലുമിട്ടത് ഒന്ന് കുത്തി ചിരിക്കാണ്ട് അത് അല്ലാണ്ട് അരിഞ്ഞിട്ടത് ചേട്ടാ ഒന്ന് ചെറുതാക്കി ഒന്ന് ചെറുതാക്കി ഇതാക്കിയിട്ടാൽ അതൊന്നും ഇതാക്കണ്ടേ. ഒന്ന് അടിച്ചാൽ നമ്മൾ കല്ലുമിട്ട് അങ്ങേലും ഇട്ടിട്ട് ഒന്ന് ക്രൂസാക്കണ്ടോ? ക്രൂസിന് ഇതാക്കുന്നല്ലേ? ഒന്ന് ഇതാക്കിയാൽ മതി. അതിൻ്റെ വലിയ കട്ടില്ലാത്ത രീതിയിൽ. ഇതാണ് നമ്മളെ സുഹൈൽ മുതലാളിയുടെ ബീഫ് മസാല. ബീഫ് മസാല ഇന്ന് വല്ലതും നടക്കും. എൻ്റെ നാളെ കടക്കും. ചെയ്യാട്ടോ. അല്ല വാങ്ങി ഇത്രയൊക്കെ മുളക് വേണമോ? അതിന് ഇരുണ്ടായിരുന്നു. അത് സ്മെല്ലടിച്ച് ചവറ്റ സാധനമാണ്. എല്ലാവരും ഉണ്ടാവണമായിരിക്കും. കഴിഞ്ഞ സമയം നല്ല ഓവറ് പച്ച ഇല്ലാത്ത സുഗുണാപ്പി നേതൃത്വം വെക്കുന്ന നമ്മളെ ബീഫ് ഇതാ ആദ്യം മഞ്ഞളും ഇട്ടിട്ട് തിളപ്പിച്ച് വെച്ച് സെറ്റാക്കിക്കൊണ്ട് കേട്ടോ. പഴയത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ മസാല ഒക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന മസാല ഒക്കെ ചേർത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. സുമേഷ് എന്ന് പറഞ്ഞ ഒരു വേട്ടാണ്. അയാളാണ് ഇതിൻ്റെ ഫുള്ള് സൂത്രധാരൻ. മറ്റേ കൈ വിളിട്ട് ഇന്നലെ ഗിരിയും പറഞ്ഞ രീതി അങ്ങോട്ട് പെട്ടി കലവ് സുഗുണൻ്റെ മെയിൻ ഷെഫിൻ്റെ കീഴിൽ നമ്മൾ മസാല സെറ്റാക്കിയിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറഞ്ഞോ. നമ്മൾ ബീഫ് കറി റെഡിയായിക്കൊണ്ട് കേട്ടോ. ഞാനാണ് പരീക്ഷണ വസ്തു. ഇടയ്ക്കൊക്കെ സുഗുണൻ്റെ ടെസ്റ്റ് വിഷയം എന്താ ചെയ്യാം. വേറെ കൂടിയാണ് പറയുന്നത്. അല്ല ബിരിയാണി അപ്പൊ ഇയാളാണ് നമ്മളെ കറി വെക്കാൻ എല്ലാവിധ സാധനവും നടത്തി തന്നത്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.